ഞാൻ ഷീബ അമീർ, സോലസ് എന്ന് പറയുന്ന സംഘടനയുടെ ഫൗണ്ടറും സെക്രട്ടറിയുമാണ്. എന്നെപ്പറ്റി ഞാൻ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ, ചോറും കൂട്ടാനും ഉണ്ടാക്കാൻ അറിയുന്നൊരു സ്ത്രീ, കുഞ്ഞുങ്ങളെ വളർത്താൻ അറിയുന്നൊരു സ്ത്രീ, സാധാരണ എല്ലാവരെയും പോലെ, അന്ന് കാലത്തെ എൻ്റെ കാലത്തെ സ്ത്രീകളെ പോലെ ഒരു കഴിവുകളും ഇല്ലാത്തൊരു സ്ത്രീയായിരുന്നു ഞാൻ. എന്നാൽ യാതൊരു സ്വപ്നങ്ങളും ഇല്ലാത്തൊരു സ്ത്രീയായിരുന്നു ഞാൻ. അങ്ങനെ പഠിക്കണമെന്നോ വലിയ ജോലി നേടണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കുന്നത്, എനിക്ക് തന്നെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് തമാശയായിട്ട് തോന്നുന്ന കാര്യം, ഒരു മുല്ലപ്പൂ കട തുടങ്ങണം എന്നാണ്. അതായത് മുല്ലപ്പൂവിനോട് അത്ര ഇഷ്ടമുള്ളത് കൊണ്ട്, അപ്പോൾ മുല്ലപ്പൂ വിറ്റ് പാട്ടും കേട്ടിങ്ങനെ മുല്ലപ്പൂ വിൽക്കുന്നൊരു ചെറിയ കട, അന്ന് തൃശ്ശൂർ ടൗണിലൊക്കെ അങ്ങനത്തെ കടകളുണ്ട്. അങ്ങനെ ഒരു കട തുടങ്ങണമെന്ന് ഏതോ ഒരു കാലത്ത് സ്വപ്നം കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ കുപ്പിവള അത്ര ഇഷ്ടമുള്ളത് കൊണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ കുപ്പിവള അങ്ങനെ വലിയ തുണിസഞ്ചിയിലാക്കി കൊണ്ടുവരുന്ന മനുഷ്യരുണ്ട്. അങ്ങനത്തെ ഒരാളെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ കുറേ കുപ്പിവള ഇഷ്ടം പോലെ കിട്ടുമല്ലോ എന്നുള്ളതായിരുന്നു. അങ്ങനെ അത്ര നിസാരമായ സ്വപ്നങ്ങൾ മാത്രം കണ്ടിട്ടുള്ള, ഒട്ടും എനിക്ക് ആയ വയസ്സിൻ്റെ പക്വതയില്ലാത്ത, സാധാരണ ഒരു 16 വയസ്സ് അല്ലെങ്കിൽ 17 വയസ്സുള്ളൊരു കുട്ടിക്ക് വേണ്ട പക്വത നേരെ 10 വയസ്സിൻ്റെ പക്വത മാത്രമുള്ള, ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ളൊരു സ്ത്രീയാണ്. പക്ഷെ നമ്മളെ മാറ്റിമറിക്കുന്നത് നമ്മളുടെ ജീവിത സാഹചര്യങ്ങളാണ് എന്ന് പലയിടത്തും പറയുമ്പോൾ, ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. എങ്ങനെയാണ് സോലസ് എന്ന് പറയുന്ന സംഘടനയുടെ ഫൗണ്ടറായെന്ന് ചോദിച്ചാൽ, അതൊരു ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ഞാൻ എങ്ങനെ മാറിപ്പോയി എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്ന പോലെ. ഞാൻ തന്നെ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ കുട്ടിക്കാലത്ത് ഈ ജാക്ക് ആൻഡ് ദ ബീൻ സ്റ്റോക്കിൻ്റെ കഥയുണ്ടല്ലോ. ഒരു പയർ വിത്ത് കിട്ടി, അത് മുറ്റത്ത് കുഴിച്ചിട്ട് പിന്നത്തെ ദിവസം അത് ആകാശം മുട്ടെ വളർന്ന് അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ജാക്കിൻ്റെ കൗതുകം പോലെ ഞാനിപ്പോഴും നിൽക്കാറുണ്ട് സോലസിൻ്റെ മുന്നിൽ. ഞാൻ അങ്ങനെ തുടങ്ങിയൊരു സംഘടനയല്ലേ ഇന്ന് ഈ ലോകം മുഴുവൻ പടർന്നു നിൽക്കുന്നത് എന്ന് അതിശയിച്ച് നിൽക്കുന്ന പോലെയുള്ള ആണ് എൻ്റെ മാനസികാവസ്ഥ. ഒട്ടും സീരിയസ് അല്ലാത്ത ഒരാൾ. അങ്ങനെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. ഒരു മറൈൻ ബയോളജിസ്റ്റാണ്, ഖത്തറിൽ വർക്ക് ചെയ്യുന്ന അമീർ അലി. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി, നിഖിൽ എന്നും നിലൂഫ എന്നും പറഞ്ഞിട്ട്. നീലു ജനിച്ചത് ഖത്തറിൽ തന്നെയാണ്, അവരവിടെ പഠിച്ചിരുന്നതും ഖത്തറിലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ വീട് വെക്കണം. അപ്പോൾ എനിക്ക് ഗൾഫ് ജീവിതത്തിനോട് കുറച്ച് പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ, നമുക്ക് മഴ കാണാൻ പറ്റുന്നില്ല, ഈ പച്ച നിറം കാണാൻ പറ്റുന്നില്ല, ആകെ വിളറി വെളുത്തൊരു ലോകമാണ് എന്നൊക്കെ ഞാൻ എപ്പോഴും സങ്കടപ്പെടുന്ന, ഇവിടുത്തെ ഒരു പ്രകൃതിയിൽ നിന്ന് അടർത്തി മാറ്റിയതിൻ്റെ വലിയ സങ്കടം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ എനിക്ക് മഴയൊക്കെ കണ്ട് ജീവിക്കണം, ബുദ്ധി ഉറച്ചിട്ട് ഞാൻ എൻ്റെ വാപ്പാടിയും ഉമ്മാടിയും കൂടെ ജീവിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നാട്ടിൽ വീട് വെച്ച് ഞങ്ങൾ സെറ്റിൽ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ താമസമാക്കിയിട്ട് 1 വർഷം തികയുന്നതിനേക്കാൾ മുമ്പ് തന്നെ എൻ്റെ നീലുവിന്, അവളാണ് താഴെയുള്ള കുട്ടി, മൂത്തത് നിഖിലാണ്, 13 വയസ്സാണ് അവൾക്ക്, മോന് 16 വയസ്സാണ്. അവൾക്ക് ഒരു പനി വരുന്നത്. അവൾ 9ാം ക്ലാസ്സിലേക്ക് ജയിച്ച് ആദ്യത്തെ ദിവസം സ്കൂളിൽ പോകാൻ അവൾക്ക് പറ്റിയിട്ടില്ല, പനി കാരണം. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ചു, ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്തു. പക്ഷേ പനി തീരെ കുറയുന്നില്ല. ഒരുവിധം കുറച്ചൊന്ന് കുറഞ്ഞപ്പോൾ ഒരു ദിവസം സ്കൂളിൽ വിട്ടു. അപ്പോൾ 9ാം ക്ലാസ്സിൽ ഒറ്റ ദിവസമേ സ്കൂളിൽ പോയിട്ടുള്ളൂ. പിന്നെ വീണ്ടും തിരിച്ചു വരുമ്പോൾ അങ്ങനെ കയ്യുമ്മലും കാലുമ്മലൊക്കെ അങ്ങനെ ബ്ലൂ പാച്ചസ് ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും വീണോ ചോദിക്കുമ്പോൾ അവൾക്കൊന്നും ഒരു ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ ഇല്ല. അപ്പോൾ എന്താ നിനക്ക് ഓർമ്മയില്ലാത്തതെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. എനിവേ ഒന്നുകൂടി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ വലിയ എന്തോ പ്രശ്നമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. വീണ്ടും ബ്ലഡ് ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് അന്നത്തെ ദിവസം തന്നെ റിപ്പീറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത ദിവസം കൊണ്ട് അവൾക്ക് വലിയ ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ എത്രയോ ബ്ലഡ് ക്യാൻസർ രക്ഷപ്പെട്ടു പോകുന്നതുണ്ട്. പക്ഷേ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള AML എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലഡ് ക്യാൻസർ ആണ് എന്ന് ഡോക്ടർ വിലയിരുത്തി. അത് എത്ര ഹൃദയം പൊള്ളുന്നൊരവസ്ഥയായിരിക്കുമെന്ന് ആലോചിക്കാമല്ലോ. അതേപോലെ തന്നെ ഹൃദയം പൊട്ടി തകർന്നൊരു അമ്മയായിരുന്നു അന്ന് ഞാൻ. അപ്പോൾ ഞാൻ പണ്ട് കാലത്ത് കണ്ട ഒരു സിനിമയുടെ ഓർമ്മയുണ്ട് എനിക്ക്. ദർദ് കാ റിശ്ത എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഹിന്ദി സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ അന്ന് പറയുന്നുണ്ട്, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനാണ് നിങ്ങൾക്ക് ആകെ വഴിയുള്ളൂ, അല്ലെങ്കിൽ ഒരു 3 മാസം പോലും കുഞ്ഞ് ജീവിച്ചിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ദർദ് കാ റിശ്തയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത് സുനിൽ ദത്ത്, നർഗീസ് ദത്തിന് സുഖമില്ലാതായപ്പോൾ അവരുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു സിനിമയാണ്. അതിൽ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് കുഞ്ഞ് രക്ഷപ്പെടുന്ന
ഇതാണ് അതിൻ്റെ തീം. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഹോപ്പ് ഉണ്ടായിരുന്നു. അത് അങ്ങനെ പറയുമ്പോൾ ഓക്കെ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ 25 വർഷം മുമ്പാണ്, നമ്മളതൊന്നും ഇവിടെ നിന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമാണ്. ഞാനും അന്ന് ചെറുതായിട്ടെങ്കിലും ഒരു വൈക്കോൽ തുരുമ്പ് പോലെ പിടിച്ചു നിന്നത് ആ ഒരു സിനിമയുടെ ഓർമ്മ എൻ്റെ മനസ്സിൽ കിടന്നിരുന്നത് കൊണ്ടാണ്. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ ബോംബെയിലേക്ക് പോയി. അത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഡോക്ടർ പൂർവിഷ്യം പാരിക്ക് എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആ കണക്ഷൻ വെച്ചിട്ട് ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തു. നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ അവിടേക്ക് പോയി. പിന്നെ അപ്പോൾ അമീറിനോടും അങ്ങോട്ട് വരാൻ പറഞ്ഞു ഖത്തറിൽ നിന്ന്. ഞങ്ങൾ ബോംബെ എയർപോർട്ടിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. നമ്മൾ നേരെ ഡോക്ടറുടെ റൂമിലേക്കാണ് പോണത്. ഞങ്ങളെ ടാറ്റയിൽ നിന്നുള്ളൊരു ഡോക്ടർ റിസീവ് ചെയ്യാൻ എയർപോർട്ടിലുണ്ടായിരുന്നു. നമ്മൾ ഡോക്ടർ പൂർവിഷിൻ്റെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പൂർവിഷ് പറഞ്ഞു. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനാണ് ആകെയുള്ളൊരു വഴിയെന്ന് പറഞ്ഞു. പക്ഷെ അതെങ്ങനെ സാധ്യമാവുമെന്ന് അറിയില്ല. മാച്ചിങ് മാരോ ഉണ്ടാവണം. മാച്ചിങ് മാരോ നമുക്കറിയാം 5 കുട്ടികളുണ്ടെങ്കിൽ പോലും മാച്ച് ആവാതിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. മാച്ചിങ് മാരോ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമാണ്. ഒപ്പം തന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഒറ്റ മോനാണ് വേറെ ഉള്ളത്. സിബ്ലിങ്ങിൻ്റെ മാരോ ആണ് ഏറ്റവും മാച്ച് ആവുക. അപ്പോൾ അങ്ങനെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷന് തീരുമാനിക്കുന്നു. അതിൻ്റെ കീമോതെറാപ്പി തുടങ്ങുന്നു. ആദ്യത്തെ കീമോതെറാപ്പി, 3 കൺസോളിഡേഷൻ. പിന്നെ ഭാഗ്യത്തിന് എൻ്റെ മോൻ്റെ മാരോ പൂർണ്ണമായിട്ടും 100% മാച്ചായിരുന്നു അവൾക്ക്. അങ്ങനെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് പോകുന്നു. ഇതൊക്കെ നടക്കുന്നത് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ 11ാമത്തെ നിലയാണ്, പെഡിയാട്രിക് വാർഡ്. അവിടെ വെച്ചിട്ടാണ്. ഒരു മനുഷ്യന് എന്താ പറയുക, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾ മനുഷ്യനിപ്പോൾ ഈ മുസ്ലിം, ഞാൻ ജനിച്ച മതവിഭാഗത്തിലൊക്കെ ഒരു മനുഷ്യനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകണമെങ്കിൽ ഹജ്ജ് കർമ്മം ചെയ്യുക എന്ന് പറയുമല്ലോ. പക്ഷെ ഞാൻ പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഒരു പെഡിയാട്രിക് ക്യാൻസർ വാർഡിൻ്റെ ഒരു കൊറിഡോറിൽ ഒരറ്റം മുതൽ ഒരറ്റം വരെ നടന്നാൽ അങ്ങനെ ശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു മനുഷ്യനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശുദ്ധീകരിക്കപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഈ ആശുപത്രിയിൽ നിൽക്കുന്ന ഈ ഒരു 3 വർഷം കണ്ട കാഴ്ചകൾ ഹൃദയഭേദകമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൃദയം പൊട്ടിത്തെറിക്കുന്ന പോലെയുള്ള കാഴ്ചകളായിരുന്നു. നെഞ്ചിലൊരിങ്ങനെ കല്ല് വെച്ച പോലെയാണ്, അത്രയും കനം വരുന്ന പോലത്തെ കാഴ്ചകളാണ്. കൈയില്ലാത്ത കുട്ടികൾ, കാലില്ലാത്ത കുട്ടികൾ, കണ്ണ് എടുത്തു മാറ്റിയ കുട്ടികൾ, തലയോട്ടി പിളർന്ന് ഓപ്പറേഷൻ ചെയ്ത അടയാളങ്ങളുള്ള കുട്ടികൾ, പിന്നിലൊക്കെ അത്രയും വലിയ സർജറി ചെയ്തിട്ടുള്ള കുട്ടികൾ. അങ്ങനെ അത്രയധികം കുട്ടികൾ ഈ വലിയ രോഗം, അത്ര ചെറിയ പിഞ്ചു പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ രോഗം വന്നിട്ട്, ഇപ്പം നമ്മൾ പറയുമല്ലോ ജീവിത ശൈലി കൊണ്ടാണ് ക്യാൻസർ വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, എന്ത് ജീവിതശൈലി കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്കിങ്ങനെ ഭയങ്കര സങ്കടം തോന്നുന്നൊരു അവസ്ഥയായിരുന്നു. പിന്നെ അതിനേക്കാൾ എന്നെ ഈ ഇന്നത്തെ ഞാനാക്കി മാറ്റിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ കാണുന്നത് ഇപ്പം ഞങ്ങൾ മെഡിക്കൽ സയൻസിന് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു കുടുംബം, ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ. പണത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കുടുംബം. നേരെ മറിച്ച് തൊട്ടപ്പുറത്ത് കിടക്കുന്ന കുട്ടികൾ, ഒരേ മുറിയിൽ തന്നെ ഒരു തട്ടിക കൊണ്ട് മറച്ച് അപ്പുറത്ത് കിടക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ അതേ അസുഖം, അതേ പ്രായം, പക്ഷേ ആ കുട്ടിക്ക് ഒരു ഭക്ഷണം കൊടുക്കാൻ പോലും ആ അച്ഛനമ്മമാരുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ നാളെ ജീവിക്കുമെന്ന് ഉറപ്പില്ലാത്തൊരു കുട്ടിക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പൈസ ഇല്ലാതെ 200-300 രൂപയ്ക്കൊക്കെ വേണ്ടി പലരുടെ അടുത്തും കൈനീട്ടേണ്ടി വരുന്ന അച്ഛനമ്മമാരെ 100 കണക്കിന് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പണമില്ല എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് കുട്ടിയെ രക്ഷിക്കാൻ പറ്റാത്ത അച്ഛനമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അത്രയും പെയിനിലാണ് ഈ കുട്ടികളുള്ളത്. ആ സമയത്ത് ആ കുട്ടികളുടെ അടുത്തൊന്നും ഇരുന്ന് ആ കുട്ടികളെ ശുശ്രൂഷിക്കാൻ പറ്റാതെ അത്ര എന്താ പറയുക, ഹോപ്പ്ലെസ് ആയിട്ട് ഈ പണത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന അച്ഛനമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു മനുഷ്യന് കാണാൻ പറ്റുന്ന ഏറ്റവും വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് പണം ഉണ്ടായിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ പണം സ്വരൂപിക്കാനെങ്കിലും പറ്റിയിരുന്നത് കൊണ്ട് ഇത്രയും വേദന ഉണ്ടല്ലോ. അതായത് ഉള്ളവനും പണമില്ലാത്തവനും തമ്മിലുള്ള അന്തരം കൃത്യമായിട്ട് മനസ്സിലായത് ഞങ്ങളുടെ കയ്യിൽ കുറച്ചെങ്കിലും പണം ഉണ്ടായത് കൊണ്ടാണ്, അല്ലെങ്കിൽ പണം സ്വരൂപിക്കാൻ പറ്റിയത് കൊണ്ടാണ്. ഞാനും അതേപോലെ ഒരു ദാരിദ്ര്യാവസ്ഥയിലുള്ള ഒരാളായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് വ്യത്യാസം മനസ്സിലാവില്ലായിരുന്നു.
പക്ഷേ ആ അന്തരം ഭയങ്കര പെയിൻഫുള്ളാണ്, ഭയങ്കര ഷോക്കിംഗ് ആണ്, തോട്ട് പ്രൊവോക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ അവിടുന്നേ ആലോചിക്കും ഇതിനെന്താണ് ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള ഈ വയ്യാത്ത കുട്ടികളിലും അവരുമായിട്ട് നിൽക്കുന്ന ഈ അച്ഛനമ്മമാർക്കും വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ആ സമയത്തുള്ള എൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ആലോചന. കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത് അതാണ്. അതായത് എൻ്റെ മകനെ പറ്റി പോലും ഞാൻ പിന്നെ ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവനാണെങ്കിൽ 16 വയസ്സായിരുന്നു. അവൻ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് എഴുതുമായിരുന്നു. അവൻ്റെ പഠിത്തം എല്ലാം പ്രശ്നത്തിലായി. അവൻ ആ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്ങിൽ അവനൊരു ഇൻ്റർവ്യൂവിന് വിളിച്ചു, പക്ഷെ അവനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിക്കുന്നത്, മനുഷ്യ ജീവിതം എത്രമാത്രം അൺസേർട്ടനിറ്റി ഉള്ളതാണ്, എന്തുമാത്രം നശ്വരമാണ് മനുഷ്യ ജീവിതം. പണം എന്ന് പറയുന്നതിന് എത്രമാത്രം വാല്യൂ ഉണ്ട്. എന്നാൽ അതേപോലെ തന്നെ പണത്തിൻ്റെ നിസ്സാരതയും, അതായത് 5 മക്കളുള്ളവർ മാച്ച് അല്ല എന്ന് പറഞ്ഞിട്ട് ഹെൽപ്ലെസ് ആയിട്ട് തിരിച്ചു പോകുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയധികം പണമുള്ള ആളുകൾ. അപ്പോൾ പണത്തിന് എന്തുമാത്രം നിസ്സാരതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ മനുഷ്യർ ഇത്രയും വലിയ പെയിനിൽ വെന്നുപെടുന്ന സമയത്ത് എന്തുമാത്രം ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ, അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയൊരു കാലമായിരുന്നു. ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ സ്പിരിച്വലി കുറച്ചുകൂടി ഒരു ഹയർ ലെവലിലേക്ക് വന്നത് ആ സമയത്താണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ അതിനെ ഒതുക്കി പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, വേദനയാണ് ഒരു മനുഷ്യനെ ഏറ്റവും പ്യൂരിഫൈ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വേദനയിൽ നിന്നും സൃഷ്ടി ഉണ്ടാവുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ അനുഭവിച്ച വേദന ഒരു പ്രവാചകനെ പോലെ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ് ഇന്ന് കാണുന്ന സോലസിലേക്കും അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഷീബാമീറിലേക്കും ഉള്ള പരിണാമം അല്ലെങ്കിൽ പരിവർത്തനം ഉണ്ടായിട്ടുള്ളത്. ഒരു പക്ഷേ കുട്ടിക്കാലത്ത് ഞാൻ ജാതി മത ഒരു തരത്തിലെ സാമ്പത്തികത്തിൻ്റെ ഒരു വേർതിരിവും ഇല്ലാത്തൊരു ലോകം കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. പബ്ലിഷറായിരുന്ന ജ്വാല പബ്ലിക്കേഷൻസൊക്കെ നടത്തിയിരുന്ന ബെസ്റ്റ് പ്രിൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രസ് നടത്തിയിരുന്ന ഒരു സാംസ്കാരിക നവോത്ഥാനത്തിന് കളമൊരുക്കിയ ഒരു പ്രസ്ഥാനം നടത്തിയിരുന്ന PK റഹീമിൻ്റെ മകളായതുകൊണ്ട് അക്കാലത്ത് കേരളത്തിലെ എല്ലാ പ്രഗത്ഭരായിട്ടുള്ള ഇന്ന് കാണുന്ന എല്ലാ പ്രഗത്ഭരായിട്ടുള്ള ആളുകളും വന്ന് താമസിച്ചിരുന്നൊരു വീട്ടിലാണ് ഞാൻ വളർന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു മനുഷ്യസങ്കല്പമുണ്ട്. അത് നമ്മൾ ഈ ആശുപത്രിയിൽ കാണുമ്പോൾ അത് നേർവിപരീതമാണ്. ആ കണ്ട മനുഷ്യസങ്കല്പത്തിലും ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യണം എന്നുള്ളത്, ഇതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിരന്തരം ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു ആശുപത്രിയിലുള്ള സമയത്ത് തന്നെ. അത്രയും എനിക്ക് തോന്നിയൊരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ നിസ്സഹായത എന്ന് പറഞ്ഞാൽ തൻ്റെ കുഞ്ഞിന് സുഖമില്ലാതാവുകയും അത്ര വലിയ രോഗം വരികയും ആ കുഞ്ഞിനെ രക്ഷിക്കാൻ തൻ്റെ കയ്യിൽ പണമില്ലല്ലോ എന്ന് വേദനിക്കുകയും ചെയ്യുന്ന ഒരു അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വേദനയാണ്, ഒരു ഹെൽപ്ലെസ്നെസ്സാണ്. അതാണ് ഏറ്റവും വലിയൊരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ നിസ്സഹായത എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനെന്ത് പരിഹാരമുണ്ടാക്കാൻ പറ്റുമെന്ന് എൻ്റെ ആലോചനയിൽ അന്ന് തൊട്ടേ ഉണ്ട്. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ മോളുടെ കീമോതെറാപ്പി, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. പക്ഷേ ഈ കീമോതെറാപ്പീൻ്റെയൊക്കെ മരുന്നിൻ്റെ പാർശ്വഫലമായിട്ട് അവൾ 2 ഹിപ്പും കൊളാപ്സ് ചെയ്തിട്ട് ടോട്ടലി വീൽ ചെയറിലായിപ്പോയി. അങ്ങനെ അത്ര സുഖമില്ലാത്തൊരു കുട്ടിയുണ്ട്. നിരന്തരം ബ്ലഡ് ചെക്ക് നടത്തണം, ടെസ്റ്റുകൾ നടത്തണം, അസുഖം ഏത് സമയത്തും തിരിച്ചു വരാം. അങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങളും പെയിനും സങ്കടവും പേടിയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തും ഈ ആശുപത്രിയിൽ കണ്ട സങ്കടങ്ങളെ എനിക്ക് വിട്ടുകളയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിരന്തരം ആലോചിച്ചു. ഞാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ പോയി, ഒരു ഹോംവർക്ക് പോലെ. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എവിടെയാണോ ഈ വയ്യാത്ത കുട്ടികളുള്ളത് അവിടേക്ക് എങ്ങനെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമെന്നായിരുന്നു എൻ്റെ ആലോചന. അതായത് നമ്മൾ കുറേ വയ്യാത്ത കുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവന്ന് താമസിപ്പിക്കലല്ല. ആ കുട്ടികൾ അവരുടെ അച്ഛനമ്മമാരുടെ കൂടെയാണ് താമസിക്കേണ്ടത്, അവരുടെ ചുറ്റുവട്ടത്താണ് താമസിക്കേണ്ടത്, അവരുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് താമസിക്കേണ്ടത്. അവരുടെ സ്കൂള്, അവരുടെ കൂട്ടുകാർ, സൗഹൃദങ്ങളൊക്കെ അവർക്ക് വേണം. അവിടേക്ക് എങ്ങനെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആലോചന. അങ്ങനത്തെ ഒരു റോൾ മോഡലായിരുന്നു പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനങ്ങൾ.